everyone, welcome back to Xylem Learning. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആനുവൽ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഓരോ ചാപ്റ്ററും നന്നായിട്ട് തന്നെ പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും അല്ലേ? അത് പോയിന്റ് ആക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ എക്സാമിന് വളരെ എളുപ്പമായിരിക്കും. സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുമായിട്ടാണ്. സോ നമ്മുടെ ചുറ്റുപാടുമുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ നിങ്ങൾ അവെയർ ആണ്. അപ്പം നമുക്ക് മെറ്റീരിയൽസിനെ നമ്മൾ പൊതുവെ അല്ലെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള വസ്തുക്കളെ മുഴുവൻ അല്ലേ നമ്മൾ എങ്ങനെ എന്തിട്ട് 3 ലേബിൾസിലാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് നമ്മൾ അവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? ബേസ്ഡ് ഓൺ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് നിങ്ങൾക്ക് വളരെ പെരിഫറൽ ആയിട്ട് അറിയുന്ന ഒരു കാര്യമായിരിക്കും. ബട്ട് നമ്മളോട് ചിലപ്പോൾ അല്ലെ സോളിഡ്സിന്റെയും ലിക്വിഡ്സിന്റെയും ഗ്യാസസിന്റെയും കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഈ കമ്പയർ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലിക്വിഡ്സിന് നമുക്കൊരു ഓപ്ഷൻ തരികയാണ്, ലിക്വിഡ്സ് ആർ റിജിഡ് എന്നുള്ളത്. അപ്പോൾ ലിക്വിഡ്സ് ആർ റിജിഡ് കമ്പയർഡ് വിത്ത് സോളിഡ് എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അല്ലെ ആക്ച്വലി ലിക്വിഡ്സ് റിജിഡ് ആയിട്ടുള്ള ആളുകളാണോ? ഒരിക്കലും അല്ല അല്ലെ. ആക്ച്വലി ആരാണ് റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? സോളിഡ്സ് ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെ നമുക്ക് എന്ത് ചെയ്യണം? വളരെ ബേസിക് ആയിട്ട് അറിയേണ്ട സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഗ്യാസസിന്റെയും പ്രോപ്പർട്ടീസ് ക്ലിയർ ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കിയാലോ. സോളിഡ് മെറ്റീരിയൽസ് ആകുമ്പോൾ അല്ലെ നിങ്ങളുടെ ചുറ്റുപാടുള്ള സോളിഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫിക്സഡ് ഷേപ്പ് ഉള്ള ആളുകളൊക്കെ നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? സോളിഡ്സിലേക്ക് പെടുത്താം. അതുകൊണ്ട് തന്നെ അവരൊക്കെ എപ്പോഴും എന്തായിരിക്കും? നല്ല റിജിഡ് ആയിരിക്കും. ഇത് നോക്കിക്കേ നിങ്ങൾ ഇവിടെ, ഇതൊരു വാട്ടർ ബോട്ടിലാണ് അല്ലെ. ഇതെന്താണ്? സോളിഡ് ആണ് അല്ലെ. ഇതിൽ എനിക്ക് ഞെക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ദിസ് ഇസ് സോളിഡ്. സോ ഇറ്റ് ഹാസ് എ പെർട്ടിക്കുലർ ഷേപ്പ്, അതായത് ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. മോർ ഓവർ ഇതിന് എന്തുണ്ടാവും? ഫിക്സഡ് വോളിയം ഉണ്ടാവും. കനോട്ട് ബി സ്ക്വീസ്ഡ്. എനിക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അമർത്തി അതിനെ ചെറുതാക്കാനൊന്നും പറ്റത്തില്ല അല്ലെ. യെസ്. ഇനി ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ അല്ലെ, ലിക്വിഡ്സ് റിജിഡ് ആണോ? ഒരിക്കലും അല്ല അല്ലെ. ലിക്വിഡ്സ് എന്തല്ല? റിജിഡ് അല്ല. ഇവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ഏത് കണ്ടെയ്നറിലാണോ ലിക്വിഡിനെ എടുക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ലിക്വിഡ്സ് ഡസ് നോട്ട് ഹാവ് ഫിക്സഡ് ഷേപ്പ്. അത് ഏത് കണ്ടെയ്നറിൽ നമ്മൾ എടുക്കുന്നോ ആ കണ്ടെയ്നറിന്റെ ഷേപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഫിക്സഡ് വോളിയം, ഇത് പലർക്കും കൺഫ്യൂഷൻ ആണ്. ഫിക്സഡ് ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില ആൾക്കാർ ലിക്വിഡ്സിന് ഫിക്സഡ് വോളിയം ഇല്ല എന്ന് പറയും. അങ്ങനെയല്ല കേട്ടോ. നമ്മളിപ്പോൾ 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞാൽ അത് 1 ലിറ്റർ തന്നെ അല്ലെ. 2 ലിറ്റർ എന്ന് പറയുമ്പോൾ വീണ്ടും മാറി. അപ്പോൾ അതിനെന്തുണ്ട്? ഒരു ഫിക്സഡ് വോളിയം ഉണ്ട്. കനോട്ട് ബി സ്ക്വാഷ്ഡ് അല്ലെ. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ക്വാഷ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ഗ്യാസിലേക്ക് വരുന്ന സമയത്ത് ഗ്യാസസും എന്താണ്? അതും എന്തല്ല? നോട്ട് റിജിഡ് അല്ല. നോ ഫിക്സഡ് ഷേപ്പ് ഇല്ല. നമ്മുടെ ഗ്യാസിലേക്ക് വരുമ്പോഴാണ് നോ ഫിക്സഡ് വോളിയം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നിങ്ങളോട് ചില ആളുകളോടെങ്കിലും ചോദിക്കും, സോളിഡ്സിൽ, ഗ്യാസിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ ലിക്വിഡ്സിൽ ആർക്കാണ് ഫിക്സഡ് വോളിയം ഇല്ലാത്തത്? ഐഡന്റിഫൈ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് ആർക്കാണ്? ഗ്യാസ് ആണ്. ആൻഡ് ക്യാൻ ബി സ്ക്വാഷ്ഡ്. ഇത് നോക്കണേ, അതെന്താണ്? കംപ്രസിബിൾ ആണ്, സ്ക്വാഷ്ഡ് ആണ് എന്നുള്ള പോയിന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സോളിഡ്സിന്റെയും ഗ്യാസസിന്റെയും ലിക്വിഡ്സിന്റെയും ഒക്കെ കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ എല്ലാ കുട്ടികൾക്കും ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഹയർ ക്ലാസ്സസിലേക്ക് പോകുമ്പോഴും നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.